എല്ലാരും വാ യൂട്യൂബിൽ വരുമല്ലോ. നല്ല ഫ്രഷ് വൈൻ എടുത്ത് നമ്മൾ പൊളിക്കും. പിള്ളേർ പറഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ വരുന്നു. റഫറി അടിക്കാൻ നിൽക്കിയ ഒരാളിവിടെ. ഫോൺ കൊണ്ട് ഇവിടെ പ്രയോജനം ഉണ്ടായി. ഇതൊക്കെ യൂട്യൂബിലിടാവോ? ഓഫാണോ? ഇതൊക്കെ യൂട്യൂബിലിടാവോ? ചുമ്മാ എടുത്തില്ല, പേടിക്കണ്ട. ഇല്ല, ടോണി കൈകൊട്ടുന്ന വീഡിയോ ഉണ്ട്. അതില്ല. ഹാഫ് ടൈം അവന്റെ കൂടെ വിളി. ആരാ? കുമ്പാരിയുടെ കൂടെ വിളി. കുമ്പ് ഗോൾ സേവ് ചെയ്തു. ഗോൾ അടിക്കാൻ പാടി. ആരാ പറഞ്ഞേ പകരം ഇറങ്ങാൻ പറ്റുമോ? കുമ്പാരി അത്ര ഉള്ളെങ്കിലും അവനാണ് നമ്മുടെ. ഓ, ഇത് കാണുമ്പോ അവന്റെ കണ്ണു നിറയും. ഓയ്, ഗോളല്ലാടാ, അതകത്ത് കേറിയായിരുന്നു. ശ്രദ്ധിക്കങ്ങോട്ട്. സോറി മമ്മി. ഇടി കഴിഞ്ഞിട്ടതിന് ഓർമ്മ ഉണ്ടോ? 6 ഗോളാണ്. എനിക്കെന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു കുന്തം ഇല്ല. പൊറോട്ടയൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മളെങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊതിപ്പിക്കാറ്? എനിക്ക് തരാന്ന് ഹൈ പെനാൽറ്റി. ഫ്ലാറ്റിൽ ഒരു മുട്ട പോലും തരത്തില്ല. ഗോളാ. റഫറി അടിക്കാൻ നിൽക്കിയ ഒരാളിവിടെ.
അല്ല തെറ്റാണോ ശരിയാണോ തുഞ്ചിയ അത്രയും പേര് തന്നെ പറഞ്ഞത് ഗോളല്ല നീ നോക്കിയോ നോക്കി എവിടെ കയറി നമ്മുടെ ഫോൺ കൊണ്ട് ഇവിടെ പ്രയോജനം ഉണ്ടായി. നെറ്റിലല്ല കമ്പിയെ പൊട്ടി ഇങ്ങോട്ടാ വന്നത്. വീഡിയോ നോക്ക്. എടാ അകത്തെ കമ്പിയെ തട്ടിയാണോ വന്നേ? അകത്തല്ല ഈ കമ്പി അകത്തെ കമ്പി ഒന്നും പോയില്ല. അകത്തെ കമ്പി പോയിട്ടില്ല. അതെ അവിടെ നേരെ ലൈനിന്റെ അടുക്കൂടെ വന്ന ബോള് കേറില്ല. ബോള് കേറിയിട്ടില്ല. ലൈൻ വേണമെങ്കിൽ ബോൾ ഇങ്ങനെ പോയതില്ല. എത്ര വരെ കണ്ടോണ്ടിരുന്നറിയോ? നോക്ക് എവിടെ നോക്ക്. എടാ ലൈനാണ് പന്തിന്റെ ചെറിയൊരു ഭാഗം. ഇത് ലൈനാ പന്തിന്റെ ഇത്ര ഒരു ഭാഗം അകത്ത് വന്നാലും ഗോളാണ്. അറിയാവോ? ഇത് ഗോളാ. അത് ഗോളല്ല. അത് മൂട്ടില് അവൻ കണ്ടില്ല. കളി ജയിച്ചില്ല എന്തായാലും. കുമ്പാരി അവിടെ കിടപ്പായോ? അത് കിട്ടിയടാ. ആശിക്ക നീ തീർന്നതാ. നീ തീർന്നു. വളരെ നന്നായി. രണ്ടെണ്ണം കൂടി ഒരു 10. ഇപ്പുറത്ത് കുഞ്ഞു പിള്ളേരെ കളി നടക്കുന്നുണ്ട്. ഓൾസോ കുറച്ച് തജിക്കാരും കളി കാണാൻ വന്നിപ്പുണ്ട്. അടിപൊളിയായിരുന്നു ഇവിടെ. തിരിച്ച് കോളേജിലെത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു. ഗോളിനേക്കാളും ഇവിടുത്തെ റിയാക്ഷൻ കാണാനാണ് രസം. പിള്ളേർ ഹാപ്പി. നല്ല കുപ്പി എടുത്തിട്ട് നല്ല ഫ്രഷ് വൈൻ എടുത്ത് നമ്മൾ പൊളിക്കും. പിള്ളേർ പറഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ മതി. കുമ്പാരി അപ്പടിയാ? അപ്പോഴത്തേനും നിങ്ങളുടെ കളിയും കാണാം ഇല്ലയോ? തുടങ്ങുവോ? കളി കഴിഞ്ഞു അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇതാണ് ഇവിടുത്തെ മലയാളി പിള്ളേര്. എടാ എല്ലാരും നോക്കിയാടാ. എല്ലാരും വാ. യൂട്യൂബിൽ വരുമല്ലോ. ആടാ കണ്ടോ എന്നെ കണ്ടു ഇങ്ങനെ ഏതാ വന്ന്. കളി കഴിഞ്ഞു. ഇനി ഞങ്ങൾ നല്ല ഫുഡ് അടിക്കാൻ പോവാണ്. നല്ല വിഷമുണ്ടല്ലേ? പൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല വിശപ്പുണ്ടാ. പിള്ളേരോടുള്ള ടൈം അടിച്ചു പൊളിച്ചോണ്ടിരിക്കും. ചേട്ടാ നീ പോണില്ല ഇവിടെ നിൽക്കാന്നൊക്കെ പറയുന്നേ. അവര് പറയുന്നു ഡിസംബർ കഴിഞ്ഞിട്ട് ചേട്ടാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ആഘോഷിക്കും. നമുക്ക് വൈനൊക്കെ എടുത്ത് സെറ്റാക്കും. പിള്ളേരെ പ്രലോഭിപ്പിച്ചോണ്ടിരിക്കുന്നു. ചിലപ്പം എവിടെ നിൽക്കും. അതിന് മുമ്പ് കുച്ചന്തും പഞ്ചായത്തൊക്കെ ഒന്ന് പോയിച്ചും വരാം. അവിടെ ഇന്നെന്ന് നമുക്ക് എങ്ങോട്ടും അറിയാം. കുറേ ഇതാ പിള്ളേരെല്ലാം നടന്നു വരുന്നുണ്ട്. തജിക്ക് കുരുന്നുകൾ കളിക്കാൻ തുടങ്ങിയേക്കാണ്. ഞങ്ങള് കളി കഴിഞ്ഞ് വീട്ടിൽ. ഇതാണോ വേസ്റ്റ് പിന്നെ? അല്ലല്ലോ. ഇതെന്തോടെ അണ്ടർഗ്രൗണ്ടില് ബേസ്മെന്റ്. അങ്ങനെ എങ്ങനെ ഇറങ്ങും? ഇതിനകത്തോടെ ഇറങ്ങുമോ? എന്റെ പൊന്നെ, അതൊരു വളരെ ചെറിയ വഴി കേട്ടോ. ഇതും നമ്മൾ പറഞ്ഞിട്ടല്ലോ ആ കോണിന്റെ അടിയിൽ. എങ്ങനെ ഇറങ്ങുമോ ഇതോട്ട്? മറ്റൊരിടത്തോടെ ഇറങ്ങി കിട്ടൂല്ലയോ? രണ്ട് വഴി ഉണ്ടാവും. ഒന്ന് ഉള്ളില് കോണിന്റെ അടിയിൽ. മലയാളി പിള്ളേർ ഫസ്റ്റ് ഇയറാ? ഫസ്റ്റ് ഇയർ? സെക്കൻഡ് ഇയർ മലയാളി പിള്ളേർ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുഡ് അടിക്കാൻ പോവാണ്. ട്രെയിൻ വരുന്നുണ്ട്. ഇവിടുത്തെ ട്രെയിൻ കയറാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇവിടുന്ന് മോസ്കോ വരെ ട്രെയിൻ ഉണ്ടെന്ന് പിള്ളേർ പറഞ്ഞേ. അറിയില്ല, നോക്കാം. ചിലപ്പോ എഞ്ചിൻ മാത്രമാവും, അല്ലെങ്കിൽ ചരക്ക് ലോറിയോ. ചിലപ്പോ
സിംഗിൾ എഞ്ചിൻ, ഇത് ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ സൗണ്ട് അടിക്കുന്നേ. ട്രെയിൻ കാണാൻ പോവാണ് തജിക്കിസ്ഥാനിലെ ട്രെയിൻ. ഓടിപ്പോ എന്തോ വലിയ സംഭവം കാണാൻ പോകുന്ന പോലെ. ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്നു. എന്താണ് വളരെ റയറായിട്ട് വല്ലതും വരുന്ന സാധനമാ? അല്ല, പാസഞ്ചർ ട്രെയിൻ അതല്ലേ? പൊളിച്ചു. വാ, സ്റ്റേഷനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ കൈ കാണിച്ചാൽ നിർത്തുന്ന ട്രെയിൻ ഉണ്ടെന്നാണ് ആദിൽ പറഞ്ഞത്. കുമ്പരുന്ന് കൈ കാണിച്ചു നോക്കിയാലോടെ.